ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെമ്മീൻ കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചെമ്മീൻ കറി. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പം ഞാൻ ആദ്യം 1/2 കിലോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ആദ്യം വേവിക്കണം. അതിന് വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഇഞ്ചി 2 എണ്ണം മീഡിയം സൈസിലുള്ള ഇഞ്ചി, പിന്നെ ഒരു 5 പച്ചമുളക്. ഇത് എല്ലാം നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഇഞ്ചി ഇച്ചിരി കൂടുതലാണ് എടുത്തേക്കണേന്ന് തോന്നാം, പക്ഷെ അത് ഒരു ടേസ്റ്റിനും പിന്നെ ഇഞ്ചി കൂടുതലുള്ളത് നല്ലതാണ്. അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തേക്കണം. പിന്നെ ഇത്ര വേണ്ടെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം എടുത്താലും മതി, ഒരു സ്ക്വയർ കഷ്ണം എടുത്താലും മതി. ഇഞ്ചി കൂടുതലിട്ട ടേസ്റ്റ് ആയിരിക്കും. ഈ പച്ചമുളകും ഇഞ്ചിയും ചെമ്മീനും, പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം തിള വന്നിട്ടുണ്ട്. അപ്പോൾ ചെമ്മീന് ഒന്ന് വെന്തിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഒന്നും കൂടി ഒന്ന് ആവണം, നന്നായിട്ട് വേവണം അത്. അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്ക് മസാലയ്ക്ക് വേണ്ടി എന്തൊക്കെ വേണമെന്ന് നോക്കാം. മസാലയ്ക്ക് വേണ്ടി ഞാൻ 2 ചെറിയ സവാളയും കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ 2 സവാള എടുക്കണ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയാണ്, വേറെ ഇനിയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ വഴറ്റിയിട്ട് പിന്നെ പൊടികൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ സവാള ചെറിയുള്ളിയും കൂടി വരുമ്പം ചെമ്മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, നന്നായിട്ട് വാടി വരുമ്പോൾ. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കപ്പോൾ ഇത് കറി വെക്കാമെന്ന് നോക്കാം. അപ്പം അതിനു വേണ്ടി അടപ്പത്ത് ചട്ടി വെച്ചിട്ടത് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം സവാള ആദ്യം ഇട്ട് കൊടുക്കണം. സവാള ഒന്ന് വാടി വന്നതിന് ശേഷം ചെറിയുള്ളി ആഡ് ചെയ്താൽ മതി. പിന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സവാളയും മസാലകളും നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് മൂത്ത് വരണം, ആ മസാലയും സവാളയൊക്കെ കൂടി നന്നായിട്ട് മിക്സായിട്ട് വരണം. അതിനുശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ ചാറുണ്ടാവും, അത് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ചെമ്മീനും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു മസാലയും ചെമ്മീനും കൂടെ പിടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ കറിയാണ്. വേറെ അധികം പണികളൊന്നുമില്ല. നമ്മൾ ചെമ്മീൻ ക്ലീനാക്കി ആയിരിക്കാൻ ചിലപ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കുന്ന ടൈം. പിന്നെ പെട്ടെന്ന് വേവിക്കുക, പിന്നെ സവാളയും ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയാൽ പെട്ടെന്ന് കറി റെഡിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയുമാണ്. എളുപ്പത്തിൽ അങ്ങനെ ചെമ്മീൻ കറി ഉണ്ടാക്കാം. ഇപ്പോഴത്തെ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മസാലയും ചെമ്മീനിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.